കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലും പിൻട്രസ്റ്റിലും വാരി വലിച്ച് പോസ്റ്റ് ചെയ്യുന്ന ഒരു കവർ പേജാണ് ദി സബിൾ ആർട്ട് ഓഫ് നോട്ട് ഗിവിംഗ് എ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് എനിക്ക് ഒരു തേങ്ങയില്ല. ഈ സ്റ്റോറിയും പോസ്റ്റ് ഇടുന്നവർ എത്ര പേര് ഇത് വായിച്ചു നോക്കിയിട്ടുണ്ട്? ആക്ച്വലി ഈ പുസ്തകം പറയുന്നത് എന്താണെന്ന് നോക്കാം. ജീവിതത്തിൽ ഒരു ബെറ്റർ ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സോ സ്റ്റോപ്പ് കെയറിംഗ് അബൌട്ട് എവറിത്തിങ്. വഴി കൂടെ പോണ എല്ലായിടത്തും തലയെ വെക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ചൂസ് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. രണ്ടാമത്തെ പോയിന്റ്, ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ സന്തോഷം കിട്ടുന്നത്. സോ ചൂസ് യുവർ പ്രോബ്ലംസ് വൈസ്ലി. പരിഹരിക്കാൻ അർഹതയുള്ള പ്രശ്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, നോട്ട് എവരി വൺ ഈസ് സ്പെഷ്യൽ. ചിലർക്കെങ്കിലും ഒരു വിചാരമുണ്ട്, നിങ്ങളാണ് മെയിൻ, നിങ്ങളില്ലേ നാളെ സൂര്യൻ ഉദിക്കില്ല. ഇതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ്. റിയാലിറ്റി എത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് റിയൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ പോയിന്റ്, ജീവിതത്തിൽ ഒരുപാട് തോൽവികളും തിരിച്ചടികളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. എംബ്രേസ് ദ ഫെയിലിയർ ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. മിസ്റ്റേക്സ് ഹെൽപ്പ് യു ഇംപ്രൂവ്. തോൽവികളിൽ നിന്ന് പഠിക്കുക, മിസ്റ്റേക്സ് ആവർത്തിക്കാണ്ടിരിക്കുക. അഞ്ചാമത്തെ പോയിന്റ്, ജീവിതത്തിലെ ഒരു പോയിന്റിൽ സ്റ്റക്കായി നിൽക്കുകയാണ് തോന്നുകയാണെങ്കിൽ വെറും ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. വെറുതെ ഇരിക്കാൻ പാടില്ല. ഇവൻച്വലി ഒരു വഴി തെളിയും. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അവസാന പോയിന്റ്, ആക്സെപ്റ്റ് യുവർ മോർട്ടാലിറ്റി. നിങ്ങൾ എന്നായാലും ഒരു ദിവസം മരിക്കും. അതാണ് ഏറ്റവും വലിയ സത്യം. അത് മനസ്സിലാക്കിയ ജീവിതത്തിലുള്ള സമയം വാട്ട് ട്രൂലി മാറ്റേഴ്സ് എന്നതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ പുസ്തകം പറയുന്നത് ഒന്നിനൊരു തേങ്ങ കൊടുക്കണ്ട എന്നല്ല. ബി മോർ സെലക്റ്റീവ് ഔട്ട് ചൂസിങ് യുവർ ബാറ്റിൽ, സെലക്റ്റീവ് ഔട്ട് ഗിവിംഗ് ദ ഫക്ക്. പുസ്തകം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതൊന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കുക. അപ്പൊ ബൈ.